Good morning, Pradeep sir, and welcome to the show. Morning, Jasmine. Morning, viewers. സർ, മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണുന്നത്. 25,000 എന്നുള്ള ഒരു റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മൂവ്മെൻറ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25,200, 100 എന്നുള്ള പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകളൊക്കെ തന്നെ കൈവിട്ടുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്നും കൂടുതൽ ഇടിവ് ഇനി നിലവിൽ സർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ജാസ്മിൻ, നിഫ്റ്റി 50യുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 24,900 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി 50യിൽ വരും സെഷൻസിൽ നല്ലൊരു റിക്കവറി തന്നെ എക്സ്പെക്ട് ചെയ്യാം. പ്രദീപ് സർ, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിഫ്റ്റിയെ കഴിഞ്ഞും ഒരല്പം കൂടി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി HDFC ബാങ്ക് ഇപ്പോൾ 1% നീണ്ടു നിൽക്കുന്ന ഒരു ഇടിവിലേക്ക് നീങ്ങുകയാണ്. HDFC ബാങ്കിലുള്ള ഈ ഒരു നിലവിലത്തെ ഇടിവിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? HDFC ബാങ്കിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് അത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി വളരെ നാച്ചുറൽ ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 960 രൂപ. 960 രൂപയുടെ സപ്പോർട്ട് വരും സെഷൻസിൽ നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് HDFC ബാങ്കിന്റെ കേസിൽ വീണ്ടും വളരെ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കും. പ്രദീപ് സർ, ഇനി സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് കമ്പനികളുണ്ട്. അതിൽ എസ്പെഷ്യലി സെൻകോ ഗോൾഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സ്റ്റോക്ക് ഇന്നിപ്പോൾ 2.5% ഇടിവ് രേഖപ്പെടുത്തുകയാണ്. ഫൈനാൻഷ്യൽസിലേക്ക് വരുന്ന സമയത്ത് റവന്യൂ 6.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റീറ്റെയിൽ ബിസിനസ്സിലൊക്കെ തന്നെ ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സെൻകോ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് നമ്മൾ വാച്ച് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ഒരു റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിലവിലത്തെ ഇടിവിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ സെൻകോ ഗോൾഡിന്റെ കേസിൽ നമുക്ക് ഏകദേശം ഒരു വർഷം മുൻപായിരുന്നു ഇതിന്റെ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ച. ഒക്ടോബർ 1, 2024 772 രൂപയായിരുന്നു ഓൾ ടൈം ഹൈ ലെവൽ. ആ ലെവലിൽ നിന്നും ഒരു വർഷമായിട്ട് ഈ സ്റ്റോക്ക് സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബേർഷയെ മാറിയിട്ടുമുണ്ട്. സോ അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം നമുക്ക് ആ ഒരു ട്രെൻഡിൽ ഒരു ചേഞ്ചും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ വൈൻഡപ്പ് ചെയ്യണം. എസ്പെഷ്യലി ഈ സ്റ്റോക്ക് 334 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. പ്രദീപ് സർ, മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ആണ്. ഇന്നിപ്പോൾ ഒരു 3.5% കൂടുതൽ നേട്ടത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയുടെ ഒരു സെയിൽസ് വോള്യത്തിലേക്കൊക്കെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ 47% ഒരു ഇൻക്രീസ് റിസൾട്ടുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ടോട്ടൽ സെയിൽസിലേക്ക് വരുന്ന സമയത്തും 50% ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രസ്റ്റീജിന്റെ കേസിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം ലാസ്റ്റ് ഇയർ ഒക്ടോബർ 15 1909 രൂപ എന്നുള്ളൊരു ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ 1564 രൂപ എന്നുള്ള ഒരു നിലയിലേക്ക് ട്രേഡ് ചെയ്യുന്നു. ഈ ഒരു പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രസ്റ്റീജിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സിനെ അപേക്ഷിച്ച് ഈ സ്റ്റോക്ക് ഹാസ് ബീൻ പെർഫോമിംഗ് ക്വൈറ്റ് വെൽ, എസ്പെഷ്യലി കഴിഞ്ഞ 4-5 മാസത്തിനിടയിൽ. എങ്കിലും നമുക്ക് കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന വളരെ മേജർ റെസിസ്റ്റൻസ് 1600 മുതൽ 1685 രൂപ വരെ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1440 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പ്രദീപ് സർ, റിലയൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 0.5% മൂവ്മെന്റ് നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കുതിപ്പ് അല്ലെങ്കിൽ ഒരു നേട്ടം വരണമെങ്കിൽ റിലയൻസിൽ കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് വരണം എങ്കിൽ മാത്രമേ നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോൺട്രിബ്യൂഷൻ റിലയൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുള്ളൂ. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ ഇത് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? റിലയൻസിന്റെ കേസിൽ കഴിഞ്ഞ 1.5 മാസമായിട്ട് നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. 1400 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതേസമയം കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1340 സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ പെർഫോമൻസിൽ നിഫ്റ്റി 50-യിൽ ഏറ്റവും അധികം ലാഗ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ്. 1.63% ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. നിലവിലത്തെ ഈ ഒരു ഇടിവിനെ സാർ എങ്ങനെയാണ്, ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമായിട്ടാണോ കാണുന്നത്? ഈ ഒരു ലെവൽസിൽ നിന്നും ഇപ്പോൾ ഒരു 684 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ടാറ്റ മോട്ടോഴ്സിലുള്ള സാറിൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ജാസ്മിൻ, ടാറ്റ മോട്ടോഴ്സിന്റെ ഓൾ ടൈം ഹൈ നമുക്ക് ജൂലൈ 31, 2024 1167 രൂപയിലാണ് കിട്ടിയത്. അതിനുശേഷം കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഈ സ്റ്റോക്കിലെ സെല്ലിംഗ് പ്രഷർ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി കറന്റ് ലെവൽസിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 665 രൂപയിലായിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും ഈ സ്റ്റോക്കിലെ ഹെവി സെല്ലിംഗ് പ്രഷർ നേരിടേണ്ടി വരും. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ടാറ്റ സ്റ്റീൽ ആണ് ഇന്ന് മെറ്റൽ മേഖലയിലെ ഒരു മുന്നേറ്റത്തിന് ഏറ്റവും അധികം ലീഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക്. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം 2% കൂടുതലുള്ള ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പെർഫോമൻസ് ഇനി തുടരാനുള്ള ഒരു സാധ്യത ടെക്നിക്കലി എത്രമാത്രമാണ്? ടാറ്റ സ്റ്റീലിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. 175 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 5 രൂപയുടെ നേട്ടമെങ്കിലും ഷോർട്ട് ടേമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 165 രൂപ. പ്രദീപ് സർ, അവസാനമായിട്ട് ഇപ്പോൾ നിലവിലത്തെ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു സെക്ടേഴ്സ് സ്പെസിഫിക് ആയിട്ട് സർ വാച്ച് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഏറ്റവും അധികം എൻ്റെ ശ്രദ്ധ പിടിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് സ്വിഗ്ഗി. സ്വിഗ്ഗിയുടെ കേസിൽ ഓൾമോസ്റ്റ് ഒരു 2-3 ആഴ്ചകളായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുകയായിരുന്നു. ഇന്ന് നമുക്കൊരു നല്ലൊരു നേട്ടം, നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. സോ ദിസ് ഇസ് വൺ സ്റ്റോക്ക് വിച്ച് ഇസ് ഇൻ മൈ റേഡാർ. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് ഇസ് മോബിക്വിക്കിന്റെ കേസിൽ ഒത്തിരി വോളറ്റിലിറ്റി നമുക്ക് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കാണാനിടയായി. ദിസ് ഇസ് എ പ്യോർ സ്പെക്യുലേറ്റീവ് ബൈ ആൻഡ് ഈ ഒരു സ്റ്റോക്കിലെ പൊട്ടൻഷ്യൽ ടേൺ റൗണ്ട് നടക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 300 രൂപയായിരിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 270 നമ്മൾ സ്റ്റോപ്പ്. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ.